സുന്ദരി കുഞ്ഞാവുണ്ട്. ഓൾഡ് ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ പേര് അറിയണം. ഹായ് ഗായ്സ്, അങ്ങനെ നമുക്ക് ബാൺസ്റ്റേപ്പിൾ മ്യൂസിയം കാണാൻ പോവാം. കമോൺ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ്സ് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. Is it allowed to take the video? Yes, as long as there's no flash. yeah. So, and then it's answer down there. Yeah, sure. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നു. ഇത് മെയിനായിട്ട് കുട്ടികൾക്കാണ്. നമുക്കൊരു Merchants Gallery. കുറേ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ അവിടെ നിന്ന് കണ്ടുപിടിക്കണം. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് എല്ലാം കാണാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും. കാര്യം നമ്മൾ ഈ ആൻസർ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഓരോ പോയിന്റ് വായിച്ചാലേ ആൻസേഴ്സ് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് ഇറങ്ങുന്ന സമയത്ത് നമ്മളത് സബ്മിറ്റ് ചെയ്യണം മാഡം. അപ്പോൾ അതുമേന്ന് ഇത്ര പോയിൻറ്റ്സ് അതിന് പ്രൈസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നറുക്കെടുത്താണ് കിട്ടുന്നത്. നമുക്കൊന്നും കിട്ടിയില്ല, എന്നാലും നമ്മൾ മാക്സിമം എല്ലാം ഒരു പേപ്പറിൻ്റെ അകത്ത് അതിൽ തന്നെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നോക്കി നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് കാരണം മൊത്തം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോർണർ വരെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാണ് പോയത്. വളരെയധികം കാഴ്ചകൾ കാണാനുണ്ട്. നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സ്കൂളുകളിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ വേൾഡ് വാറൊക്കെ നമ്മൾ ബുക്കിൽ ജസ്റ്റ് വായിച്ച് കാണാപ്പാടം പഠിച്ചൊരു ഓർമ്മയുള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ച സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ ഇട്ടിരുന്ന ഡ്രസ്സുകളും ഒക്കെ ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നി. ഒരിക്കലും വിചാരിച്ചില്ലൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. വളരെയധികം കുറേയധികം സാധനങ്ങളുണ്ട് അതിനുള്ളിൽ കാണാനായിട്ട്. എല്ലാം കുട്ടികൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഓരോ പുതിയ കാര്യങ്ങൾ കാണാനായിട്ട്. അപ്പം നമുക്ക് അതിനുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. സ്ക്രോൾ ചെയ്ത് താഴത്തേക്ക്. XO.
എടാ പേര് ഇതുണ്ടേ. പിന്നെ ഒരു തന്നേക്കുന്ന ക്ലൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഡോറുണ്ട്. ആ സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഒരു ബിൽഡിങ്, അത് ഏതാണെന്ന് എഴുതണം. ഞങ്ങൾ അതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ആ ബിൽഡിങ് കാണാറുണ്ട്. പക്ഷെ നമ്മൾ വിചാരിച്ചു അത് ഓൾഡ് ബിൽഡിംഗ് ആണ്, പൊളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഒരു കാലത്ത് കത്തിപ്പോയ ഒരു ബിൽഡിങ്ങിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അതിങ്ങനെ പൊളിക്കാതെ വെച്ചിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. അവിടെ ഇതിലിപ്പോൾ കാണിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്ന ട്രെയിൻ സർവീസുകളായിരുന്നു. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അവരത് അതിൻ്റെ മിനിയേച്ചർ ടൈപ്പ് എല്ലാം അവിടുത്തെ സ്ഥലങ്ങളെല്ലാം നല്ല കറക്റ്റായിട്ട് ട്രെയിൻ സർവീസ് എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു, എങ്ങനെയായിരുന്നു പോയിരുന്നത്, അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ വേർഷൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മൂവ് നമ്മൾ കാണിക്കുന്നുണ്ട്, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് അവർക്ക് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരുന്നത് പണ്ട്. Right. Okay, Doc. Yeah, okay, thank you. മ്യൂസിയത്തിൻ്റെ ഔട്ട് സൈഡിലും ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനുണ്ടായിരുന്നു. ടൈലിലുണ്ടായിരുന്ന പിക്ചർ നമ്മൾ എവിടെയാണ് കണ്ടതൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുള്ള ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.